എന്തായാലും നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം. ചേട്ടച്ചാ, വിഷ്ണു വന്നോ? ഇല്ല ശിവ, നീ ഇതെവിടാ? സൈറ ഇവിടുന്ന് പോയി. പോയെന്നോ? എങ്ങോട്ട്? ചേട്ടച്ചന് ഇത് എന്ത് പ്രാന്തായി പറയുന്നേ? അതെ മോനെ, നീ പോയ പിന്നാലെ ഗൗരി ഇവിടുന്ന് ഇറങ്ങി. സൈറയെ എന്റെ അടുത്താക്കിയിട്ട് അവള് പോയത്. പിന്നെ അവളിത് എവിടെ പോവാനാന്ന് ചേട്ടച്ചൻ പറയുന്നത്? എന്തിനാ പോവാൻ സമ്മതിച്ച്? എന്നെ കൊണ്ടാവും പോലെ ഞാൻ അതിനോട് പറഞ്ഞു നോക്കി, പക്ഷെ കേക്കണ്ടേ? വിഷ്ണുവിനെ കൂടി കാണാനില്ലെന്ന് കേട്ടതോടെ പാവം അവൾ ആകെ തകർന്നു പോയി മോനെ. എല്ലാത്തിനും കാരണക്കാരി താനാണെന്നും പറഞ്ഞ് ഒറ്റ പോക്കായിരുന്നു. പിന്നാലെ ഞാനും ഉറങ്ങി, പക്ഷെ വഴിയിലെങ്ങും അവളെ കണ്ടില്ല. ഇവിടെയാണെ കാറും കിടപ്പില്ല. മോനെ, എന്ത് ചെയ്യണമെന്ന് ചേട്ടച്ചനും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. നീ കൂടി നോക്കവളെ. ഞാൻ ഗൗരിയോടും വിവരം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാലും എന്റെ ചേട്ടച്ചം, എല്ലാരും ഇങ്ങനെ തുടങ്ങി ഞാൻ എന്ത് ചെയ്യാനാ? എന്നേക്കുമായി നഷ്ടപ്പെട്ടെന്ന് കരുതിയിട്ടും കേറി വന്നതാ അവള്. ഒരു ഭാഗത്ത് വിഷ്ണു, മറുഭാഗത്ത് സൈറ. ഞാനിതിപ്പോ ആരെന്ന് വെച്ചാ ഈ രാത്രി തപ്പി നടക്കുക? ശിവ, എനിക്കറിയാം മോനെ നിന്റെ സങ്കടം. എന്നിട്ടാണോ ചേട്ടച്ചൻ അവളെ പോകാൻ അനുവദിച്ചത്? പിടിച്ചു പൂട്ടിയിടണമായിരുന്നു. അതാ ചെയ്യേണ്ടിയിരുന്നത്. നീ അവളെ ഒന്ന് വിളിച്ചു നോക്കിയേ. ഞാൻ അവളുടെ നമ്പർ വാങ്ങാൻ മറന്നുപോയി. എന്റെ കയ്യിലും അവളുടെ നമ്പർ ഇല്ല. പിന്നെ ഞാൻ അവളെ എങ്ങനെ വിളിക്കാനാ? ഇന്ദുവിന്റെ അടുത്ത് കാണും. മോൻ അവളെ വിളിച്ച് ചോദിച്ചു നോക്ക്. ശിവേട്ടനോ? എടുക്ക്. പക്ഷെ ഇതൊന്നും നീ ആ പാവത്തിനോട് പറയണ്ട. വെറുതെ തന്നെ ശിവേട്ടനും കൂടി വിഷമിപ്പിക്കുന്നേ. ശിവേട്ടാ, ഇന്ദു, സൈറ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് ചേട്ടച്ചൻ വിളിച്ചു പറഞ്ഞതാ. സൈറേച്ചി ഇറങ്ങിപ്പോയെന്നോ? എങ്ങോട്ട്? ഞാൻ എങ്ങനെ അറിയാനേ ഇന്ദു? നീ അവളെ ഒന്ന് വിളിച്ചു നോക്കിയേ. എവിടെയാണെങ്കിലും ഞാൻ ചെന്ന് കൂട്ടിക്കോളാം. ശിവേട്ടൻ വെച്ചോ, ഞാൻ ഇപ്പൊ തന്നെ സൈറേച്ചി വിളിക്കാം. ശരി. സൈറേച്ചി എവിടെ നിന്ന് ഇറങ്ങിയെന്ന്? ഈശ്വര, ഇത് എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്ന? മനസ്സിലായി. എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല എന്തു നമ്മൾ ഈ ചെയ്തതൊക്കെ. എന്നിട്ടും ദൈവം നമ്മളെ തോൽപ്പിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുക. വിഷമിക്കല്ലേ ദേവേട്ടാ, നമ്മുടെ വേണ്ടപ്പെട്ടവർക്കൊന്നും സംഭവിക്കില്ല. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും ദേവേട്ടാ. സൈറേച്ചിയുടെ ഫോൺ സ്വിച്ച് ഓഫാ. സംഭവിക്കില്ലെന്ന് തന്നെ ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ആർക്കേലും വല്ലതും പറ്റിയ ഇന്ദു ആ മാളിയേക്കല് ഒരെണ്ണത്തിന് ഞാൻ ജീവനോടെ വെച്ചേക്കില്ല. ഒക്കേത്തിനും കൊത്തി നുറുക്കിയിട്ട് ദൈവത്തെ ഓർത്ത് ദേവേട്ടൻ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കല്ലേ. മോളെ, എങ്ങോട്ടാ ഈ രാത്രി? ഈ സ്ഥലം വളരെ മോശം. അതും ഒറ്റയ്ക്ക് ഈ രാത്രിയില്. എങ്ങോട്ടാന്ന് പറഞ്ഞാൽ അപ്പൊ നിങ്ങള് വന്നോട്ടെ.
ഇവിടെ കാര്യം? മക്കളെ, അഭ്യാസം ഇവിടെ വേണ്ട. ഇത് ഞങ്ങളുടെ കാര്യ, മോൻ വിടാൻ നോക്ക്. ഓഹോ, ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന പെണ്ണുങ്ങളെ ഉപദ്രവിക്കുന്നതാണോ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങള്? ഇനി സൈറച്ച് തൊട്ടുപോയാൽ വച്ചേക്കില്ല നിങ്ങളെ. പോവാൻ നോക്കടാ. ഹലോ വിഷ്ണു സാറേ. ഓ, നീയായിരുന്നോ ടീം ലീഡർ? വെറുതെ അല്ല ഇവന്മാർക്ക് ഇത്ര ധൈര്യം. നാണല്ലോടെ വിജയ, ഒരു പെണ്ണിനോട് അതിക്രമം കാണിക്കാൻ. മര്യാദക്ക് ഇവന്മാരെ വിളിച്ച് ഇവിടെ നിന്ന് സ്ഥലം വിടാൻ നോക്ക്. ഇല്ലെങ്കിൽ ഇതോടെ തീരും നിന്റെ ചീട്ട്. ആരുടെ ചീട്ടാ കീറാൻ പോകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. തടി കേടാവുണ്ടെങ്കിൽ നീ സ്ഥലം വിടാൻ നോക്ക്, അതാ നല്ലത്. ഇവരൊക്കെ എന്റെ പിള്ളേരാ. ദേ, ഈ നിൽക്കുന്നവള് ഇവർക്കുള്ളതാ. വിഷ്ണുമോൻ ചെല്ല്. വിജയ് മോൻ എന്താ പറഞ്ഞത്? സൈറേച്ചി ഇവന്മാർക്കുള്ളതാണോ? എന്നാ കേട്ടോ, ഈ നിൽക്കുന്ന സൈറേച്ചിയെ എന്റെ ശിവേട്ടന്റെ പെണ്ണാ. അതായത് കളപ്പൊരിക്കൽ ഗൗരിയുടെ അനിയത്തിയാണെന്ന്. ധൈര്യമുണ്ട്, നീയെ കൊണ്ടുപോ, ഞാനൊന്ന് കാണട്ടെ. ശിവന്റെ പെണ്ണോ? അതെനിക്ക് മനസ്സിലായില്ല. അപ്പൊ എന്റെ പെങ്ങൾ മഹിതയോ? തൽക്കാലം നീ ഇത്രയൊക്കെ മനസ്സിലാക്കിയാ മതി. കൂടുതൽ മനസ്സിലാക്കിയ ഒരുത്തിയ ഇപ്പൊ അകത്ത് കിടക്കുന്ന നിന്റെ അനിയത്തി മഹിത. അതുകൊണ്ട് കൂടുതൽ ഷോ കാണിക്കാതെ സ്ഥലം വിട്. ഇല്ലെങ്കിൽ ലതേച്ച് വന്ന് പൊക്കി എടുത്തുകൊണ്ടു. ഏയ്, വേണ്ട വേണ്ട, വിട്. തൽക്കാലം അവനെ വിട്ടേക്ക്. ഇവന്റെ സമയം അടുത്തു വരുന്നതേ ഉള്ളൂ. കൃഷ്ണനിങ് ഇറങ്ങട്ടെ. ഒന്ന് പോടാ, കൃഷ്ണൻ അങ്ങ് ഒലത്തും. സൈറേച്ചി എന്ത് വിവരക്കേടായി കാണിക്കുന്നത്. ഇപ്പൊ ഞാൻ വന്നില്ലായിരുന്നെങ്കിലോ? വിഷ്ണു, ഞാൻ ഒന്നും പറയണ്ട, വന്ന് ബൈക്കിൽ കയറാൻ നോക്ക്. നമുക്ക് വീട്ടിലേക്ക് പോവാം. വേണ്ട വിഷ്ണു, ഞാൻ നീ അവിടെ നിൽക്കുന്തോറും പ്രശ്നങ്ങളും സങ്കടങ്ങളും കളപ്പുരക്കിലേക്ക് തേടി വരും. ആ ഇരുട്ടുമുറി തന്നെ എനിക്ക് ചേരുക. എന്നാര് പറഞ്ഞു ചേച്ചി ഈ ഇരുട്ടുന്ന വെളിച്ചത്തേക്ക് കൊണ്ടുവന്ന് കളപ്പുരക്കിലെ വിളക്കാക്കാനാ? കേറേച്ചി, അനിയൻ കുട്ടനാ പറയുന്ന. കയറാൻ. കയറാൻ. എന്ത് വരവാടാ? ഓ, ശിവേട്ടനായിരുന്നോ? എവിടെയായിരുന്നു നീ ഇതുവരെ? ഇവളെ നിനക്കിത് എവിടെ നിന്ന് കിട്ടി?
ഞാൻ ആ ഷെരീഫിന്റെ വീട് വരെ പോയതായിരുന്നു ശിവേട്ടാ. മടങ്ങി വരുന്ന വഴിക്ക് വെച്ച സൈറേച്ചയെ കണ്ടത്. ആരെങ്കിലും വിളിച്ചു പറയാന്ന് വെച്ചാൽ ഫോൺ ഓഫായി പോയി. അവന്റെ ഒരു എക്സ്ക്യൂസ്. ഇവിടെ മനുഷ്യൻ മനസ്സമാധാനം നിൽക്കുമ്പോഴാണ് ഇവളുടെ ഒരു ഇറങ്ങിപ്പോക്ക്. ശിവേട്ടാ, ഞാൻ ഒരു അക്ഷരം നീ മിണ്ടരുത്. എല്ലാരും അവരവരുടെ സന്തോഷ സമാധാനം നോക്കി പോകുമ്പോ ബാക്കിയുള്ളവരുടെ വിഷമം ഇവിടെ ആര് കാണാനാ? മതി ശിവേട്ടാ, കാണാതിരുന്ന സങ്കടവും കണ്ടു കഴിഞ്ഞ് ചാടിക്കടിക്കലും. സൈറേച്ചയല്ലേ, എല്ലാരും വിളിച്ച് പറയണേ ഞങ്ങളെ കിട്ടിയെന്ന്. എന്താടാ? എണ്ണ തീർന്നു ചേച്ചി. ഞാനിത് ഉരുട്ടി അപ്പുറത്ത് പമ്പിന്ന് എണ്ണ അടിച്ചു വരാം. ചേച്ചി ഇവിടെ നിന്നോ. വീണ്ടും ആഭാസന്മാരെങ്ങാനും വന്നാ ചേച്ചി ഓടി രക്ഷപ്പെട്ടോ. ബാ, വന്ന് വണ്ടി കയറ്. ഞാനിവിടെ കൊണ്ടുപോയിക്കോളാം. സ്വന്തം പെണ്ണിനെ ഇങ്ങനെ കാറിൽ അടുത്തിരുത്തി കൊണ്ടുവന്ന ഫീൽ ഒന്ന് അറിയിച്ചു വേട്ടാ. അപ്പൊ ഓക്കെ, ബൈ ബൈ ഓൾ ലവ് ബേർഡ്സ്. ഇവന്റെ വണ്ടിയിൽ പെട്രോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവൻ നുണ പറഞ്ഞതാണെന്ന് ശിവേട്ടന് മനസ്സിലായില്ലേ? ഇപ്പൊ മനസ്സിലായി. സൈറ ഫോൺ എടുത്ത് ചേച്ചിയമ്മ ഇന്ദുവിനെയൊക്കെ ഒന്ന് വിളിച്ചു പറഞ്ഞു. നമ്പറിലോ കാണല്ലോ. 225500. നിന്റെ പഴയ ഫോൺ നമ്പറിന്റെ ലാസ്റ്റ് 6 അക്കവാ. മനസ്സിൽ നിന്ന് ഒരിക്കലും മായാത്ത നമ്പർ അത്. നിന്റെ ഓർമ്മകൾ. ശിവേട്ടനല്ല, ഞാനാ, സൈറയാ. വിഷ്ണു ഉണ്ട് ഞങ്ങളുടെ ഒപ്പം. ആരാ? വിഷ്ണു അല്ല, ശിവേട്ടനോ? ഹലോ ഹലോ ഇന്ദു, സൈറേച്ചേർന്നോ? എന്താ ചേച്ചി? ഞങ്ങള് വിഷ്ണുവിനെ കണ്ടു കേട്ടോ. അവൻ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ഇനി ടെൻഷൻ ആവണ്ട. താങ്ക് ഗോഡ്. ദേവേട്ടാ, വിഷ്ണുവിനെ കണ്ടുവന്ന്. ഇന്ദു എവിടെ വെച്ചാ? അറിയില്ല. അവൻ ഇതുവരെ എവിടെയായിരുന്നു സൈറേച്ചി? ഏതോ ഷെരീഫിന്റെ വീട്ടിലായിരുന്നെന്നാ പറഞ്ഞത്. അവൻ ചെന്നപ്പോ അയാള് വീട്ടിലില്ലായിരുന്നു അത്രേ. അങ്ങനെ ഒരുപാട് നേരം അവൻ വെയിറ്റ് ചെയ്തു. അതാ താമസിച്ചത്. ഇതിനിടയിൽ അവന്റെ ഫോണും ഓഫായി പോയെന്ന്. ഒത്തിരി നേരമായിട്ടും ഷെരീഫിനെ കാണാഞ്ഞപ്പോ അവൻ മടങ്ങിപ്പോന്നതാ. അന്നേരം ഞങ്ങള് തമ്മിൽ കണ്ടത്. നിങ്ങളിപ്പോ എവിടെ? പുറത്താ? അത്
അവനെയും തിരിഞ്ഞുള്ള ഓട്ടത്തിൽ എപ്പോഴും. ഇനിയിപ്പോ സമാധാനമായിട്ട് മടങ്ങാലോ, അത് തന്നെ ഭാഗ്യം. ചേച്ചിമ്മയോട് വിവരം പറഞ്ഞോ? പറഞ്ഞു. എന്നിട്ടാ ഇന്ദുവിനെ വിളിച്ചത്. എന്നാ ശരി സൈറേച്ചി, ഞാൻ വിവരങ്ങൾ ദേവേട്ടനോടൊന്ന് ഷെയർ ചെയ്യട്ടെ. ആകെ വിഷമത്തിലാ. ശരി ഇന്ദു, ബൈ. പാവം, അവരിപ്പോഴും കറക്കത്തിലായിരിക്കും അല്ലേ? അതെ. തോന്നിയാസം കാട്ടുന്നവർക്ക് ഇത് വല്ലതും അറിയണോ? കണ്ടല്ലോ ഓരോരുത്തർ കഷ്ടപ്പെടുന്നത്. ഇനിയെങ്കിലും ഇങ്ങനെയൊന്നും ചാടി പുറപ്പെടരുത്. നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അതിനു മാത്രം ഇഷ്ടം ദേ ഇതിനുള്ളിലുള്ളതുകൊണ്ടാണ്. സ്നേഹിക്കുന്നവരെന്നും അടുത്തുണ്ടാവണം സേറ, ഇല്ലെങ്കിൽ അത് വലിയ വേദനയാണ്. ശിവേട്ടാ, നാളെ ആവട്ടെ, അവന് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതും പറഞ്ഞ് ദേവേട്ടൻ വിഷ്ണുവിനോട് വഴക്കിടാനൊന്നും പോണ്ട. അല്ലെങ്കിൽ തന്നെ അവൻ ആകെ വിഷമത്തിലാ. ഇനി നമ്മൾ കൂടി അവനെ സങ്കടപ്പെടുത്തണ്ട. എനിക്കറിയായിരുന്നു ഏട്ടത്തിയമ്മ അവന് വേണ്ടി വക്കാലത്തുമായി വരുമെന്ന്. ദേ ഇപ്പൊ നീ അവന്റെ കുസൃതിക്കൊക്കെ വളം വെച്ച് കൊടുക്കുന്നെ. നേരത്തെ ചേച്ചിയമ്മയായിരുന്നു, 2 അക്ഷരം മാറിയെന്നേ ഉള്ളൂ. അപ്പൊ ചേച്ചിയമ്മ, ഇപ്പൊ ഏട്ടത്തിയമ്മ, രണ്ടും കണക്ക് തന്നെയാ. അമ്മമാരങ്ങനെയാ. ഇതിനൊക്കെ പറയുന്നതാ മാതൃസ്നേഹമെന്ന്. ഇതൊന്നും ദേവേട്ടൻ അറിഞ്ഞൂടെ? അറിയാവേ, എല്ലാ സ്നേഹവും അറിയാവേ. ഒന്നൊഴിച്ച്. ഒന്നൊഴിച്ചോ? എന്തൊഴിച്ചു? അതിപ്പോ പറഞ്ഞു തരാൻ വലിയ പാടാ. അതൊക്കെ അനുഭവിക്കേണ്ട സ്നേഹമാ. മനസ്സിലായില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. അപ്പോ ഇന്ദുവിന് കാര്യങ്ങളുടെ ഏകദേശം ഗുട്ടൻസ് ഒക്കെ പിടികിട്ടും. ഇപ്പോ ശിവേട്ടനും സൈറേച്ചിയും മാത്രം നമ്മളെപ്പോലെ ഒരു നൈറ്റ് റൈഡിലാ ഉള്ളത്. വിഷ്ണുവിനെ കണ്ടതോടെ അവർക്ക് അപ്പയുള്ള ടെൻഷനൊക്കെ പമ്പ കടന്നു കാണും. അതുകൊണ്ട് അവരിപ്പോ ഇതുപോലെ നല്ലൊരു റൊമാൻസ് മൂഡിലായിരിക്കും ഉണ്ടാവുക. ചിലപ്പോ ശിവേട്ടന്റെ തോളിൽ ഇങ്ങനെ ചാഞ്ഞു കിടക്കായിരിക്കും സൈറേച്ചി. അതൊക്കെ എന്തൊരു ഭാഗ്യാന്നറിയോ? ദേവേട്ടാ, 24 മണിക്കൂറും ദേവേട്ടാ ദേവേട്ടാന്ന് വിളിച്ചാ പോരാ. ഇടയ്ക്കൊക്കെ ശിവേട്ടനെയും സൈറേച്ചിയും ഒക്കെ കണ്ടു പഠിക്കുന്നത് നല്ലതാ. ആ സ്നേഹത്തെ കുറിച്ചാ ഞാൻ പറഞ്ഞ. ഇതൊക്കെ ക്ലീശയായിട്ടും അല്ലേ ദേവേട്ടാ? പിന്നെ ക്ലീശ അല്ലാത്തത്. ലത, ഹലോ ലത, വിഷ്ണുവിനെ കിട്ടിട്ടോ? ഇപ്പൊ ഈ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചാൽ എന്റെ കയ്യിൽ കിട്ടണമായിരുന്നു. ഭഗവാനെ, എന്നിട്ട്? ശരി ലത, കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണേ. ഞാൻ വിളിക്കാം. എന്തോ കുഴപ്പമില്ലതുണ്ടോ? കഷ്ടായി പോയി. ആ പാവം ഷെരീഫിനെ അവന്മാർ ഉപദ്രവിച്ചത്. റെയിൽവേ ട്രാക്കിലേക്ക് കിടന്നത് അയാളാണെന്ന് ഉറപ്പിച്ചു. എന്നിട്ട് എനിക്കൊന്നും അറിയില്ല ദേവേട്ടാ. പാവം, നമ്മളെ സഹായിച്ചതിന് അയാൾക്ക് ജീവിതം നഷ്ടമായത്. ഇങ്ങനൊരു ചതി നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ. അതാ പറ്റിയത്. ഇനി ആ വിക്രമനെ വെറുതെ വിടരുത്, പൂട്ടണവനെ. ദേവേട്ട, വണ്ടി ഒന്ന് വേഗം വിടുവോ? എന്താ അവർ ഇത്രയും താമസിക്കുന്നത്? പറഞ്ഞത് വെച്ച് നോക്കുമ്പോ വരേണ്ട സമയമായല്ലോ. നീ ഒന്ന് അടങ്ങ് ഗൗരി. ദൈവാനുഗ്രഹം കൊണ്ട് ആർക്കും ഒരു കുഴപ്പമുണ്ടായില്ലല്ലോ. അവരിങ്ങെത്തും. മഹേണ്ണ അതൊക്കെ പറയാം. അവനെ കണ്ടാലേ എനിക്കൊരു സമാധാനം കിട്ടും.
കുറച്ചു നേരം കൊണ്ട് ഞാൻ അനുഭവിച്ചൊരു വേദന ഈശ്വര ഓർത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ആ വേദനയുടെ ആഴം നീ പറയാതെ തന്നെ എനിക്കറിയാം. എന്ന് കരുതി അവൻ വരുമ്പോ വഴക്ക് പറയാനൊന്നും നിൽക്കണ്ട. അതും മതി അവന് വിഷമാവാൻ. ദേ ഇത് തന്നെയാ അവന്മാർ ഇങ്ങനെ ആവുന്നതിന്റെ കാരണം. മഹിയേട്ടനൊട്ട് ശാസിക്കയില്ല, ശാസിക്കാനൊട്ട് സമ്മതിക്കയില്ല. മക്കളെ ലാളിച്ച മാത്രം പോരാ, ഇടയ്ക്കൊന്ന് ഭയപ്പെടുത്തുകയും വേണം. എന്നാലേ മുതിർന്നവര് പറയുന്നത് കേൾക്കാൻ അവർക്കൊരു മനസ്സുണ്ടാവൂ. അങ്ങനെ കേട്ടാലേ അനുസരണ ഉണ്ടാവൂ. അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ നമ്മുടെ മക്കൾക്ക് എന്താടി ഒരു കുറവ്? സ്നേഹവും അനുസരണയും അച്ചടക്കവും ഒക്കെ ആവോളോ ഇല്ലേ അവർക്ക്? അത് മതി ആരുടെ മുമ്പിൽ നമുക്ക് തല ഉയർത്തി നിൽക്കാൻ. ഈ പറഞ്ഞതൊക്കെ ഉണ്ടായിട്ടാണോ ഈ പറഞ്ഞ മനുഷ്യരെ കേട്ട് അവൻ നെട്ടോട്ട് ഓടിച്ചത്? ഇപ്പൊ മനസ്സിലായില്ലേ നമ്മൾ വെറുതെ നെട്ടോട്ട് ഓടിയതാന്ന്. അറിഞ്ഞുകൊണ്ട് ഒരു ആപത്തിൽ അവരൊന്നും ചെന്ന് ചാടില്ല. അത് തന്നെ വലിയ ഈശ്വര കടാക്ഷം. എന്തായാലും ഭാഗ്യത്തിന് സൈറ മോളെ നമുക്ക് തിരിച്ചു കിട്ടി. ആ ദാ വരുന്നു വിഷ്ണു. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, വെറുതെ ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കണ്ട. മഹിയേട്ടനൊന്നും ചുമ്മാതിരിക്കേ, എന്ത് വേണമെന്ന് എനിക്കറിയാം. ആ ചേച്ചിയമ്മ വെരി വെരി സോറി. നിക്കടാ അവിടെ. ഒരു സോറിയും പറഞ്ഞിട്ട് നീ ഇത് എങ്ങോട്ടാ? എനിക്ക് ചിലത് ചോദിക്കാനുണ്ട്. എന്റെ പൊന്നോ, കൂറ്റ എന്റേതല്ല. ഓ ഈ ഫോണിന്റെ ചാർജ് തീർന്നു പോയതുകൊണ്ട് ആരും വിളിക്കാനും പറ്റിയില്ല. ആ അല്ലെങ്കിലും ഈ യന്ത്രങ്ങളൊക്കെ കണ്ണടച്ച് വിശ്വസിക്കുന്ന നമ്മളെ പറഞ്ഞാൽ മതിയല്ലോ, അല്ലേ ചേട്ടാ? അല്ലാതെ പിന്നെ ഈ കാര്യം ഇപ്പൊ ഇവളോട് പറഞ്ഞതേ ഉള്ളൂ, അല്ലേ ഗൗരി? പാവം, നല്ല വിശപ്പുണ്ട്. അവനെ കണ്ടാ അറിയാം. മഹിയേട്ട എന്നെ വട്ടുപിടിപ്പിക്കരുതേ. ഓ ആ ദേ വന്നല്ലോ അടുത്ത പാർട്ടി. ഒക്കെ വാലേ വാലയാണല്ലോ വന്ന് കേറുന്നേ. സൈറ പോകാൻ വരട്ടെ.